ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞൊരാഴ്ചയിൽ രണ്ട് സുപ്രധാനമായ സംഭവവികാസങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ്റെ നിര്യാണമാണ് എങ്കിൽ മറ്റൊന്ന്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖർ അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ പരാമർശിച്ചുകൊണ്ട് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഹോട്ട് ന്യൂസ് ആണ്. സംശയമില്ലാതെ തന്നെ പരാമർശിക്കാൻ സാധിക്കുന്നതാണ്. ഇറ്റ്സ് ബിഗ് ന്യൂസ് ഇൻ ദ ഇവൻറ്റ്സ് ഓഫ് ദി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ബട്ട് ദ ഫോമർ വൺ, നമ്മുടെ കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ്റെ നിര്യാണത്തിന് UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ അത്രത്തോളം റെലവൻസ് ഉണ്ടാകണമെന്നില്ല. ബട്ട് ദ ലേറ്റർ വൺ ഓർ ദ ലാറ്റർ വൺ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഹ്യൂജ് ഇമ്പാക്റ്റ് or a huge significance from the perspective of the UPSC Civil Services Examination. So നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് അഡ്രസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റെസിഗ്നേഷൻ ലെറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഫ്രം ദ റെസിഗ്നേഷൻ ലെറ്റർ ദാറ്റ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സബ്മിറ്റ്സ് ദ റെസിഗ്നേഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലേ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് റെസ്പെക്റ്റഡ് രാഷ്ട്രപതി ജി എന്ന് പരാമർശിച്ചിരിക്കുന്നതാണ്, വിച്ച് ഇസ് very evident that the Vice President addressed the resignation to the President of India. So ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിഗ് ന്യൂസ് അല്ലെങ്കിൽ ഹോട്ട് ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC പെർസ്പെക്റ്റീവിൽ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ റെസിഗ്നേഷൻ ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മിഡ് ടേം. 2027 വരെ കാലാവധി ഉണ്ടായിരുന്നിട്ടും ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. ഉപരാഷ്ട്രപതി രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കും? ഉപരാഷ്ട്രപതി രാജിവെക്കുക എന്നുള്ളത് മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ടാകുന്ന സാഹചര്യം? രാജിക്ക് ശേഷം വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ പൊസിഷൻ ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എത്ര കാലത്തിനുള്ളിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം? ആരാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക? ആരാണ് ഇലക്ഷനിലെ റിട്ടേണിംഗ് ഓഫീസർ? ഓൾ ദോസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് വുഡ് ബി കവേർഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ. സോ വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ടു Xylem IAS. So please try to understand നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ when you look at article number 67, ആർട്ടിക്കിൾ നമ്പർ 67-ൽ പരാമർശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: the vice president shall hold office for a term of 5 years from the date on which he enters upon his office. അതായത് ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. എന്നാണോ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ഓഫീസിൽ അസ്യൂം ചെയ്യുന്നത് അതുമുതൽ അങ്ങോട്ടുള്ള 5 വർഷക്കാലമാണ് അദ്ദേഹത്തിൻ്റെ കാലാവധിയായി പരാമർശിച്ചിരിക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് എ വൈസ് പ്രസിഡന്റ് മേ ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ്ഡ് ടു ദ പ്രസിഡന്റ് റിസൈൻ ഹിസ് ഓഫീസ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉപരാഷ്ട്രപതി റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ബട്ട് ദർ ഇസ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് the vice president will submit the resignation to the president of India. അല്ലേ, വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റിനാണ്. Now what about the president of India? ഇന്ത്യൻ രാഷ്ട്രപതി റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? The president of India will submit the resignation to the vice president of India. So this is bi-directional submission of resignation. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്കുമാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. And please remember that the vice president is also the ex officio chairman of Rajya Sabha. Le? Ex officio chairman of Rajya Sabha. Ex officio chairman of Rajya Sabha means Rajya Sabhayil member allatha Rajya Sabhayude adhyakshan. That is what do you mean by ex officio chairman? അല്ലെങ്കിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് രാജ്യസഭയുടെ അധ്യക്ഷ പദവി കൂടി അലങ്കരിക്കേണ്ടി വരിക എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. അതായത് മറ്റൊരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ ഫംഗ്ഷൻ കൂടി പെർഫോം ചെയ്യേണ്ടി വരിക. സോ ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. സി വൈ ഡിഡ് ഐ റെഫർ ദിസ്? ഇത് ഞാൻ ഇപ്പോൾ പറയാനുണ്ടായ കാരണം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ സ്പീക്കർ ഓഫ് ദി ലോക്സഭ വിൽ സബ്മിറ്റ് ദ റെസിഗ്നേഷൻ ടു ദ ഡെപ്യൂട്ടി സ്പീക്കർ. And the deputy speaker will submit the resignation to the speaker. അപ്പോൾ അതുപോലെ നമ്മൾക്കൊരു തെറ്റിദ്ധാരണ ചിലപ്പോഴുണ്ടാകാം. രാജ്യസഭയുടെ ചെയർമാൻ ആർക്ക് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഡു നോട്ട് മേക്ക് എ മിസ്റ്റേക്ക് ദാറ്റ് ഇറ്റ് ഇസ് ടു ദ ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ ആണ് രാജ്യസഭയുടെ ചെയർമാൻ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയുണ്ടാകാൻ പാടില്ല.
രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ may address the resignation to the President of India, and the President of India may address the resignation to the Vice President of India. So this is the first point that you need to remember from the prelims perspective. Now, article number 67 ൽ തന്നെ മറ്റൊരു സബ് ക്ലോസിൽ പരാമർശിച്ചിരിക്കുകയാണ്, the president shall hold office for a term of 5 years from the date on which he enters upon his office, provided that a vice president may be removed, which means ഉപരാഷ്ട്രപതിക്ക് രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവിയിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദ വേക്കൻസി ഇൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റൻസ്? അതായത് ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള മറ്റൊരു സാഹചര്യം എന്താണ്? ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാം അല്ലേ? നീക്കം ചെയ്യുന്നതിലൂടെയും there may be a vacancy. അപ്പോൾ ആർട്ടിക്കിൾ നമ്പർ 67 സബ് ക്ലോസ് ബിയിൽ പരാമർശിച്ചിരിക്കുകയാണ്, വൈസ് പ്രസിഡന്റ് മേ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ്. എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക? ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മീൻസ് രാജ്യസഭ. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, വെരി ഗുഡ്. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രം മതിയോ? പോരാ, ലോക്സഭ അത് അംഗീകരിക്കുകയും വേണം അല്ലേ? ലോക്സഭ ഷുഡ് എഗ്രി ദാറ്റ്. So that is what is written here. It should be by a resolution of the Council of States passed by a majority of the then members of the council and agreed to by the House of the People. But no resolution for the purpose of this clause shall be moved unless at least 14 days notice has been given of the intention to move the resolution. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് മാത്രമല്ല, അത് ലോക്സഭ അംഗീകരിക്കുക കൂടി വേണം. ആൻഡ് ദർ ഇസ് വൺ മോർ കണ്ടീഷൻ. ഈ പ്രമേയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 14 ദിവസം മുൻകൂറായി അദ്ദേഹത്തിന് നോട്ടീസ് സമർപ്പിക്കുക കൂടി വേണം. 14 days prior notice is something which is very important. And this is what is mentioned under article number 67 subclause B. But we need to understand this in more detail. Okay, we need to understand what is provided under article number 67B in more detail. Article number 67Bയിൽ ഒന്നാമതായി ഞാൻ പറഞ്ഞത് രാഷ്ട്രപതിയെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തെ റിമൂവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലേ. യൂഷ്വലി നമ്മളുടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ പല ലെക്ചേഴ്സിലും ഇംപീച്ച്മെൻറ്റ് എന്നുള്ള വാക്ക് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വെൻ ഇറ്റ് കംസ് ടു ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ബട്ട് ദാറ്റ് ഇസ് ടെക്നിക്കലി റോങ്. സാങ്കേതികപരമായി തെറ്റാണ്. ഇംപീച്ച്മെൻറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്ലീസ് റിമെമ്പർ ദിസ്. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരാളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈ? ബിക്കോസ് ഇംപീച്ച്മെൻറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ടോട്ടലി എ ലെജിസ്ലേറ്റീവ് പ്രോസസ്. ടോട്ടലി എ ലെജിസ്ലേറ്റീവ് പ്രോസസ്, അതായത് പൂർണ്ണമായും നിയമനിർമ്മാണ സംബന്ധമായ നടപടിക്രമമാണ്. വിച്ച് മീൻസ് നിയമനിർമ്മാണ സഭയിൽ ആരംഭിച്ച് നിയമനിർമ്മാണ സഭയിൽ തന്നെ അവസാനിക്കുന്നു. ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പാർലമെൻറ്റിനകത്ത് തന്നെ ആരംഭിച്ച് പാർലമെൻറ്റിനകത്ത് തന്നെ അവസാനിക്കുന്നു. മറ്റ് റെഫറൻസുകളോ മറ്റ് കമ്മിറ്റികളോ ഒന്നുമില്ല. പാർലമെൻറ്റിനകത്താണ്. എവറിത്തിങ് ഹാപ്പൻസ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി പാർലമെൻറ്റ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഡു വി സേ ദാറ്റ് ഇറ്റ് ഇസ് ഇംപീച്ച്മെൻറ്റ്. ഈ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന നടപടിക്രമം നമ്മൾ കടമെടുത്തിട്ടുള്ളത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആൻഡ് അമേരിക്കയിൽ ഇൻഫാക്റ്റ് ദ പ്രസിഡൻറ്റ് will get impeached, the Supreme Court judges will get impeached. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലും രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഉപരാഷ്ട്രപതിയും ഇംപീച്ച് ചെയ്യപ്പെടുകയായിരിക്കൂ, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയും ഇംപീച്ച്മെൻറ്റിന് വിധേയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോപ്പുലർലി പത്രമാധ്യമങ്ങളൊക്കെ എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബട്ട് ദാറ്റ് ഇസ് ടെക്നിക്കലി റോങ്. ഇന്ത്യയിൽ ഇംപീച്ച്മെൻറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. So that is the reason why do we say that it is the removal for the Vice President of India. Vice Presidentനെ impeach ചെയ്യുകയല്ല ചെയ്യുന്നത്, റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ്
രാഷ്ട്രപതിയെ നീക്കം ചെയ്യുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാട്ട് ആർ ദി ഗ്രൗണ്ട്സ് പ്രൊവൈഡഡ്? രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണമായി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരിക്കുന്ന ഗ്രൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ലംഘനമാണ്, വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് പ്ലീസ് റിമെമ്പർ, എന്താണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഭരണഘടനാ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ഭരണഘടനാ ലംഘനത്തിന് കീഴിൽ വരും എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ ഗ്രൗണ്ട്സ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ത് കാരണങ്ങൾ കൊണ്ട് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാം എന്നുള്ളത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രമേയം പാസ്സാക്കണം. ആര് പാസ്സാക്കണം? രാജ്യസഭ പാസ്സാക്കണം. അതിനുശേഷം ലോക്സഭ അത് അംഗീകരിക്കണം. 14 ദിവസം പ്രയർ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് why does this process get started from രാജ്യസഭ? എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമം രാജ്യസഭയിൽ നിന്ന് ആരംഭിക്കുന്നത്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് ഇനീസിയേഷൻ കമ്പൽസറിലി ഫ്രം രാജ്യസഭ? രാജ്യസഭയിൽ നിന്ന് തന്നെ വേണം ആരംഭിക്കാൻ, ലോക്സഭയിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് കമ്പൽസറിലി ഫ്രം രാജ്യസഭ. ദ റീസൺ ഇസ് ദാറ്റ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ, അല്ലേ? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന നടപടിക്രമം എവിടെ നിന്ന് ആരംഭിക്കണം? രാജ്യസഭയിൽ നിന്ന് ആരംഭിക്കണം. ആൻഡ് 14 days പ്രയർ നോട്ടീസ് ഷുഡ് ഓൾസോ ബി സബ്മിറ്റഡ്. എന്തുകൊണ്ട് തന്നെ നീക്കം ചെയ്യുന്നു, എന്താണ് താൻ ചെയ്ത കുറ്റം എന്നറിയാൻ ഉപരാഷ്ട്രപതി ആണെങ്കിലും രാഷ്ട്രപതി ആണെങ്കിലും അവർക്ക് അധികാരമുണ്ടല്ലേ. സോ 14 days പ്രയർ നോട്ടീസ് ഇസ് കമ്പൽസറി. അങ്ങനെ ഒരു നോട്ടീസ് അദ്ദേഹത്തിന് സെർവ് ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ സാധിക്കൂ. ആൻഡ് ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ടേം ഓഡി ഓൾട്ടറം പാർട്ടം? ഓഡി മീൻസ് ഹിയർ, alterum means the other, and partum means party, which means oddie alterum partum എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. സ്വാഭാവിക നീതിയുടെ തത്വങ്ങളിൽ ഒന്നാണ് ഓഡി ഓൾട്ടറം പാർട്ടം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് 14 ദിവസം മുൻകൂറായി നോട്ടീസ് സമർപ്പിച്ചതിന് ശേഷം ദ ഹൗസ് ഷുഡ് ബി റെഡി ടു ഹിയർ വാട്ട് ദ വൈസ് പ്രസിഡന്റ് ഓർ ദ അക്യൂസ്ഡ് വൈസ് പ്രസിഡന്റ് ഹാവ് ടു സേ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, ഈ നോട്ടീസ് അദ്ദേഹത്തിന് സെർവ് ചെയ്തു, അതിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നു എന്ന ഇൻറ്റൻഷൻ വ്യക്തമാക്കുന്നു, അതിന് വിശദീകരണം അദ്ദേഹത്തിന് എന്ത് നൽകണം എന്നുള്ള ഒരു അവസരം കൂടി നമ്മളുടെ ഉപരാഷ്ട്രപതിക്ക് ലഭിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ഓഡി ഓൾട്ടറം പാർട്ടം, ടു ഹിയർ ദ അതർ പാർട്ടി. രണ്ട് ഭാഗങ്ങളും കേട്ടതിന് ശേഷം വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് there will be debate and discussion, and at last there will be voting. Voting il what is the condition is that in Rajya Sabha effective majority aanu vendathu. Rajya Sabhayil effective majority venam. Sir, നമ്മളുടെ ആർട്ടിക്കിൾ നമ്പർ 67B-യിൽ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് കണ്ടില്ലല്ലോ. കാണില്ല. ആർട്ടിക്കിൾ നമ്പർ 67B-യിൽ കണ്ടിരിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ നമ്പർ 67B-യിൽ പറഞ്ഞിരിക്കുകയാണ് മെജോറിറ്റി ഓഫ് ദി then members of the council. This is what you mean by effective majority. അതായത് സഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ്. Say for example, if the total strength of the house is 100, ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് 100 ആണെന്ന് വിചാരിക്കുക. ഇതിൽ 20 പേര് രാജിവെച്ച് പോയി എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് നിലവിലെ സ്ട്രെങ്ത് എത്രയാണ്? 80 ആണ്. അപ്പോൾ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 80 divided by 2 + 1. ദാറ്റ് മീൻസ് വേക്കൻസി സബ്ട്രാക്ട് ചെയ്യുക. വാട്ട് ഇസ് ദ മെജോറിറ്റി റിമൈനിങ്? ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ഇഫക്റ്റീവ് മെജോറിറ്റി. അപ്പോൾ രാജ്യസഭയിൽ ഇഫക്റ്റീവ് മെജോറിറ്റി വേണം, എന്നാൽ ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം മതി, അല്ലേ? ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ മെജോറിറ്റി ഇസ് വാട്ട് ഇസ് ദ കണ്ടീഷൻ ഹിയർ. Again there will be a question, sir, ഈ ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റി എന്നും ആർട്ടിക്കിൾ നമ്പർ 67-ൽ പരാമർശിച്ചിട്ടില്ലല്ലോ. സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗ്രീഡ് എന്ന് കണ്ടാൽ ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ലോക്സഭ അംഗീകരിക്കുക, ദാറ്റ്സ് ഇറ്റ്. സോ എഗ്രീഡ് എന്ന് നിങ്ങൾ കാണുന്നു എങ്കിൽ, അല്ലെങ്കിൽ എഗ്രീഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എഗ്രീഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് കണ്ടാൽ ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ simple majority. So please understand, simple majority is what is the condition in Lok Sabha, and effective majority is what is the condition in
രാജ്യസഭ. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നിലവിൽ വന്ന് വോട്ട് ചെയ്യാൻ സന്നദ്ധരായവരിലെ ഭൂരിപക്ഷം. ദാറ്റ്സ് വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ മെജോറിറ്റി. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഭൂരിപക്ഷം മാത്രം മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ദ വൈസ് പ്രസിഡന്റ് ഇസ് നോട്ട് ദർ ഇൻ ദ ഓഫീസ്, അല്ലേ? ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഇല്ല. അപ്പോൾ രാഷ്ട്രപതി ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി 6 മാസം വരെ ആക്ടിംഗ് പ്രസിഡന്റായി തുടരും. ഈ ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആക്ടിംഗ് ഉപരാഷ്ട്രപതിയായി തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോ, ദ ആൻസർ ഇസ് നോ. ദ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ഇസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ്ഡ്. പ്ലീസ് റിമെമ്പർ ദിസ്. ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് എന്നൊരു പദവി ഭരണഘടനാ സംബന്ധമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. Now the question is that, sir, രാജ്യസഭാ സമ്മേളനം നടക്കുകയാണ്, പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്, അപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ പദവിയിലേക്ക് ആരെത്തും? ദ ആൻസർ ഇസ് വെരി സിമ്പിൾ. ചെയർമാൻ ഇല്ലെങ്കിൽ there is a deputy chairman in രാജ്യസഭ. It is Harivansh Narayan Singh. So he will be the one who will be presiding over the functions of Rajya Sabha. And please remember that നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് പ്രസിഡന്റിന്റെ പദവിയിൽ ഒരു വേക്കൻസി ഉണ്ടായാൽ എത്ര സമയത്തിനുള്ളിൽ വീണ്ടും ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പരാമർശിക്കുന്നില്ല. വിച്ച് മീൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ conduct the elections, as soon as possible. That is what mentioned in the Constitution of India, which means there is no prescription of time limit. രാഷ്ട്രപതിയെ സംബന്ധിച്ചാണെങ്കിൽ that means പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പദവിയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നിർബന്ധമായും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. എന്നാൽ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച് അത്തരം ഒരു ടൈം ലിമിറ്റ് പരാമർശിക്കുന്നില്ല എന്നതുകൂടി ഓർത്തിരിക്കുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഇലക്ടോറൽ കോളേജ് ഓഫ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആർക്കെല്ലാമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക? ഇറ്റ് ഈസ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്കും ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് വൺ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ is not supposed to vote. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വോട്ട് അവകാശം ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വോട്ട് അവകാശം ഇല്ലാത്തത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ സംബന്ധിച്ച് വോട്ടവകാശം നൽകിക്കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ there is സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓൾസോ, അല്ലേ? ചില സംസ്ഥാനങ്ങളിൽ അസംബ്ലിക്ക് പുറമെ കൗൺസിലും ഉണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികം വോട്ടുണ്ടായിരിക്കും, അല്ലേ? സോ ദാറ്റ് ഇസ് ഇൻ ഫാക്ട് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വിൽ അഫക്റ്റ് ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഇന്ത്യൻ പൊളിറ്റിയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും. ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്തേക്കാൾ പ്രാധാന്യം നൽകുന്നുവെങ്കിൽ അത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് there is no role for the state legislature in the election of the vice president of India. And what is the manner of election? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സമാനമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുക. ആൻഡ് യു നോ എബൌട്ട് എ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, അല്ലേ? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, അതായത് ഓരോ വോട്ടർമാരും പ്രിഫറൻസുകളാണ് കൊടുക്കുക, കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസുകളാണ് കൊടുക്കുക. കാൻഡിഡേറ്റ് എക്ക് നേരെ 1, ബിക്ക് നേരെ 2, അങ്ങനെ അവരുടെ പ്രിഫറൻസ് ആണ് രേഖപ്പെടുത്തുക, ജസ്റ്റ് ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുകയല്ല. And there is one more important point that you need to understand is that it is through the secret ballot. Secret ballot system ആണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഫോളോ ചെയ്യുക. അതായത് വോട്ടർമാർക്ക് അവരുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാം. പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കേണ്ടതില്ല. പാർട്ടി അത്തരം നിർദ്ദേശം നൽകില്ല, വിപ്പ് നൽകില്ല. വിപ്പ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശമാണ്, നിർദ്ദേശമില്ല. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക്, തങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് ദ മാനർ ഓഫ് ഇലക്ഷൻ. ആൻഡ് പ്ലീസ് റിമെമ്പർ, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന നിയമം ഒന്ന് ഓർത്തിരിക്കുക. പ്രസിഡൻഷ്യൽ ആൻഡ് ദ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആക്ട് ഓഫ് 1952. And please remember that there will be a full term for the newly elected vice president of India. പുതിയ ഉപരാഷ്ട്രപതിക്ക് ബാക്കിയുള്ള 2 വർഷക്കാലമല്ല, ഇത് 2025 നിലവിലെ ഉപരാഷ്ട്രപതി ആയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ രാജിവെച്ച ജഗ്ദീപ് ധൻഖറിന് 2027 വരെ
കാലാവധി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി 2 വർഷക്കാലത്തേക്കല്ല പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. ഹി വിൽ ഗെറ്റ് എ ഫുൾ 5-year term. Okay, full 5-year term. So that is another point which is important from the prelims perspective. Now, what are the qualifications required for a person to be the Vice President of India? Vice President ആകുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ്? Number 1 is that he needs to be a citizen of India. ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളതാണ് നിർബന്ധിത യോഗ്യത. രണ്ടാമത്തേത് 35 വയസ്സെങ്കിലും പൂർത്തീകരിച്ചിരിക്കുക. 35 years needs to be completed. The third one is that he should be qualified to be a member of Rajya Sabha. Qualified to be a member of Rajya Sabha. Okay, qualified to be a member of Rajya Sabha. Rajya Sabha member ആകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. രാജ്യസഭ മെമ്പർ ആകുക എന്നല്ല, മെമ്പർ ആകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതുകൂടാതെ should not hold office of profit. Should not hold office of profit. So these are the qualifications provided by the constitution for a person to contest in the election of the Vice President of India. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കണ്ടസ്റ്റ് ചെയ്ത് ആകെ വോട്ടിൻ്റെ 50%-ലധികം വോട്ട് ലഭിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തി ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടൂ. അതല്ലാതെ മറ്റുള്ളവരെക്കാൾ അധികം വോട്ട് ലഭിച്ചിട്ട് കാര്യമില്ല. പകുതിയിലധികം വോട്ട് നിർബന്ധമായും ലഭിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഉപരാഷ്ട്രപതിയായിരിക്കാൻ സാധിക്കൂ. ഈ പകുതിയിലധികം വോട്ടിനെ നമ്മൾ കോട്ട എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, ഇലക്ടോറൽ കോട്ട എന്നാണ് വിശേഷിപ്പിക്കുക. അത് രാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ഹാഫ് ഓഫ് ദി വോട്ട്സ് പോൾഡ്. Fine. So that is what you need to understand regarding the resignation, the vacancy, the election to the office of the Vice President of India. Now, Vice Presidentന്റെ ഓഫീസിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആര് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. The answer is in front of you. It is the Election Commission of India. റിട്ടേണിംഗ് ഓഫീസറായി ലോക്സഭയുടെ സെക്രട്ടറി ജനറലും രാജ്യസഭയുടെ സെക്രട്ടറി ജനറലും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു തവണ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണ് റിട്ടേണിംഗ് ഓഫീസർ എങ്കിൽ മറ്റൊരു തവണ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും റിട്ടേണിംഗ് ഓഫീസർ. സോ ദാറ്റ് വിൽ ടിൽറ്റ് ഓൾട്ടർനേറ്റീവ്ലി. നൗ whom will be the next vice presidential candidates? ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിമാർ എന്നുള്ളതിനെ സംബന്ധിച്ചും we do not have any idea so far because നരേന്ദ്രമോദി ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. You may just go through the date. This is July 26th of 2025. നരേന്ദ്രമോദി അബ്രോഡിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം NDA മീറ്റിംഗ് കൂടി ഫൈനലൈസ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് റിഗാർഡിംഗ് ദ INDIA ബ്ലോക്ക് ദർ ഇസ് അൺസർട്ടനിറ്റി. എങ്ങനെയായിരിക്കണം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി? ഏതെങ്കിലും ഒരു സഖ്യ രീതി പരിഗണിക്കണമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമോ? നമ്പേഴ്സ് വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് സഖ്യം തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത. ഏതായാലും ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ആൻഡ് ദിസ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ റിഗാർഡിംഗ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യാസ് resignation, removal, the election. Till the next time with a new topic. Goodbye.